കൂട്ടുകാരെ, മായാവിയുടെ 30ാം പിറന്നാൾ സമ്മാനമായി ആനിമേഷൻ ബാലരമയും മായാവി സ്ക്രീനും കിട്ടിയില്ലേ? ആനിമേഷൻ ബാലരമ വായിച്ചു തുടങ്ങും മുൻപ് ഇതാ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ബാലരമയോടൊപ്പം കിട്ടിയ മായാവി സ്ക്രീൻ ഉപയോഗിച്ചാലേ ആനിമേഷൻ ബാലരമയിലെ ചലിക്കുന്ന ചിത്രങ്ങൾ കാണാനാവൂ. ആനിമേഷൻ ബാലരമയിൽ ദാ ഈ മായാവി ചിഹ്നമുള്ള പേജുകളിലാണ് ചലിക്കും ചിത്രങ്ങൾ ഉള്ളത്. ഓരോ ആനിമേഷൻ ചിത്രത്തിൻ്റെയും ചുവട്ടിൽ ഇങ്ങനെ ഒരു വരയുണ്ട്. ആദ്യം ബാലരമ മേശപ്പുറത്ത് തുറന്നു വയ്ക്കുക. ഇനി മായാവി സ്ക്രീൻ ആനിമേഷൻ ചിത്രത്തിന് മുകളിൽ വയ്ക്കുക. ആനിമേഷൻ ചിത്രത്തിന് താഴെയുള്ള വരയിലേക്ക് ചേർത്ത് വേണം മായാവി സ്ക്രീൻ വയ്ക്കേണ്ടത്. പിന്നെ സ്ക്രീൻ മെല്ലെ ദാ ഇങ്ങനെ വലത്തേക്ക് നീക്കണം. ദാ ഇങ്ങനെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, മായാവി സ്ക്രീൻ ദാ ഇങ്ങനെ തെറ്റായി വെച്ചാലും നീക്കിയാലും ആനിമേഷൻ കാണാൻ കഴിയില്ല. മായാവി സ്ക്രീൻ നീക്കുമ്പോൾ ദാ ഇങ്ങനെ ചെരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പകൽ സമയത്ത് വെളിച്ചമുള്ള സ്ഥലത്താണ് ആനിമേഷൻ നന്നായി കാണാനാവുക. രാത്രിയിലായാൽ മുറിയിൽ നല്ല വെളിച്ചം വേണം. മായാവി സ്ക്രീൻ നിങ്ങൾ നീക്കുന്നതിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ച് ചിത്രത്തിൻ്റെ ചലനത്തിൻ്റെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. മായാവി സ്ക്രീൻ ചുരുട്ടുകയോ അഴുക്കാക്കുകയോ ഒന്നും ചെയ്യരുത്. മേശപ്പുറത്ത് ബാലരമ നിവർത്തി വെച്ച ശേഷം അതിനു മുകളിൽ മായാവി സ്ക്രീൻ വെച്ച് നോക്കുന്നതാവും നല്ലത്. സാധാരണ കണ്ണട ഉപയോഗിക്കുന്ന കൂട്ടുകാർ അത് വെച്ച് തന്നെ ആനിമേഷൻ ചിത്രങ്ങൾ നോക്കണേ. ആനിമേഷൻ കൂടുതൽ നന്നായി കാണാൻ കൂട്ടുകാരുടെ കാഴ്ചശക്തിക്കനുസരിച്ച് ചിത്രത്തിലേക്ക് അല്പം അടുത്തു നിന്നോ അകന്നു നിന്നോ ഒക്കെ നോക്കേണ്ടി വരും. ഇനി വായിച്ചു തുടങ്ങിക്കോളൂ.